അപ്പൊ ഫയറിലുള്ള ഒരു പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് ദുഷ്ടചിന്തകളെയും ദുഷ്ട ബുദ്ധികളെയും അത് ദഹിപ്പിച്ചു കളയുകയും എന്നാൽ ദൈവ പദ്ധതി പ്രകാരം നിൽക്കുന്നതിനെ കൂടുതൽ മൂർച്ചയേറിയതാക്കി പുറത്തു കൊണ്ടുവരികയും ചെയ്യും. So what does the fire do? It will burn, it will destroy all the negative thoughts, all that standing against you moving forward, but it will bring that the right things back into you as a sharpened weapon. പ്രിയ ദൈവമക്കളെ, ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. If you read book of Daniel chapter 3, you can see അവിടെ ഒരു 3 ചെറുപ്പക്കാരെ നമുക്ക് വ്യക്തമായി കാണുവാൻ so കഴിയുന്നു. we know that 3 youngsters in that chapter of Daniel's book. ആ 3 ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. We all know that what had happened to their life, but if you read that book, അവിടെ ശദ്രക്, മേശക്, ഒബദ്നഗോ എന്നീ 3 ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അവർ രാജാവിനെ നിഷേധിച്ചുള്ള തീച്ചൂളിലേക്ക് എറിയപ്പെട്ടുവത്രേ. we know about Shadrach, Meshach and Abednego. They were being thrown into the fire because they resisted or declined the command of the king. അവർ ദൈവത്തിന്റെ ആത്മാവിനാൽ ഇല്ലെങ്കിൽ ദൈവ വചനപ്രകാരം സഞ്ചരിക്കുന്നവരായിരുന്നതുകൊണ്ട് ആ തീയിൽ നിന്ന് ഹല്ലേലൂയ അവർ പുറത്തു വന്നത് കൂടുതൽ തേജോസ്വലമായിട്ടത്രേ. Amen, amen. Because they were being guided by the Spirit of the Lord. They've been led by the Spirit of the Lord. Although they've been thrown into the fire, they come out from the fire as a more sharpened